ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും വൈൽഡ് ബോയ് ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ വിചാരിച്ചൊരു കുക്കർ ബിരിയാണി ആയാലോ. അപ്പോൾ നമുക്കിന്ന് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായി ഞാനിവിടെ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അല്പം മല്ലിയില എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ചിക്കൻ ഉണ്ട്, ജീരകശാല റൈസ് ഉണ്ട്. 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വെച്ചിട്ടുണ്ട്, കഴുകി മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ചിക്കന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് അല്പം നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം എന്നിവ ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് നന്നായി സോട്ട് ചെയ്തെന്ന്. അല്പം ഉപ്പിട്ടിട്ടാണ് നന്നായിട്ട് സോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായി സോട്ടായ ശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നു. തക്കാളി ജസ്റ്റ് ഒന്ന് സോട്ടായ ശേഷം പൊടികൾ ആഡ് ചെയ്യുന്നു. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഈ 3 പൊടികളാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യുക. സോട്ടായ ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മസാലകളൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സായ ശേഷം ഒരു 2-3 സ്പൂൺ തൈര് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൈര് ആഡ് ചെയ്ത ശേഷം ഒന്ന് കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ. ചിക്കൻ ജസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വന്ന വരെ വെയിറ്റ് ചെയ്തു. പ്രഷറൊക്കെ പോയി നമ്മൾ കുക്കറിൻ്റെ ലിഡൊക്കെ തുറന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട്. അടിയൊന്നും പിടിക്കില്ല. ചിക്കനൊന്ന് ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട്. നന്നായി വെന്തില്ല, ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച് ഈ അരി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരി നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം ഈ 1/4 കപ്പ് വെള്ളം, 1/2 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് എടുത്തത് കേട്ടോ. ചൂടാക്കിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അല്പം മല്ലിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു വിസിൽ കൊടുത്തിട്ട് ഫുള്ള് ആ ഒരു പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വിസിൽ കൊടുത്ത് പ്രഷർ ഫുള്ള് പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് തുറന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മുടെ കുക്കർ ബിരിയാണി നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാകും. അടിയൊന്നും പിടിക്കില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. എല്ലാ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ചിക്കൻ ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. സാലഡ്, വെണ്ടയ്ക്ക സാലഡ്, ഇത് മാത്രം മതി, വേറൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ പെട്ടെന്നൊരു ബിരിയാണി നമുക്ക് തോന്നിയാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.